ദേശാഭിമാനി മുഖപ്രസംഗം 2024 മാർച്ച് 4. ക്ഷേമ കേരളത്തിന്റെ മാർഗരേഖ. ജനക്ഷേമം പൂർണ്ണമായും ഉറപ്പുവരുത്തുന്ന പുതിയ കേരളത്തിന്റെ സൃഷ്ടിയിൽ LDF സർക്കാരിന്റെ പ്രതിജ്ഞാബദ്ധതയുടെ തെളിവായി മുഖ്യമന്ത്രി പിണറായി വിജയൻ നടത്തിയ മുഖാമുഖം പരിപാടി. നവകേരളത്തെക്കുറിച്ച് വ്യക്തമായ കാഴ്ചപ്പാട് മുഖ്യമന്ത്രിയുടെ വാക്കുകളിൽ പ്രതിഫലിച്ചപ്പോൾ സംവാദങ്ങളിൽ ഉയർന്ന നിർദ്ദേശങ്ങൾ അതിനെ സമഗ്രമാക്കാൻ ഉതകുന്നതായി. വിദ്യാർത്ഥികളുമായുള്ള മുഖാമുഖത്തോടെ കഴിഞ്ഞ മാസം 18-ന് കോഴിക്കോട് ആരംഭിച്ച പരിപാടി ആദിവാസി ദളിത് ജനവിഭാഗങ്ങളുടെയും കർഷകരുടെയും തൊഴിലാളികളുടെയും വയോജനങ്ങളുടെയും സ്ത്രീകളുടെയും യുവജനങ്ങളുടെയും ഭിന്നശേഷി വിഭാഗക്കാരുടെയും അഭിപ്രായ നിർദ്ദേശങ്ങൾ സ്വരൂപിച്ച് ഇന്നലെ കൊച്ചിയിൽ റെസിഡൻസ് അസോസിയേഷൻ പ്രതിനിധികളുമായുള്ള കൂടിക്കാഴ്ചയോടെ പൂർണ്ണമായപ്പോൾ രൂപപ്പെട്ടത് ക്ഷേമ കേരളത്തിൻ്റെ മാർഗരേഖയാണ്. വിജ്ഞാന സമ്പദ് വ്യവസ്ഥയിൽ അധിഷ്ഠിതമായ പുതിയ കേരളത്തിൻ്റെ സാധ്യതകൾ പങ്കിട്ടുകൊണ്ടായിരുന്നു വിദ്യാർത്ഥികളുമായുള്ള മുഖാമുഖം അർത്ഥപൂർണമായത്. വൻ കുതിച്ചുചാട്ടത്തിന് തയ്യാറാകുന്ന ഉന്നത വിദ്യാഭ്യാസ മേഖലയിലേക്ക് വിദ്യാർത്ഥികളെ ഒരുക്കേണ്ടതിൻ്റെ ആവശ്യകതയും അതിനുള്ള മാർഗനിർദ്ദേശങ്ങളും വിഷയമായി. പഠനവും ഗവേഷണവും അശാസ്ത്രീയതയിലേക്കും അയുക്തികതയിലേക്കും വഴിമാറുന്ന ഇന്ത്യൻ സാഹചര്യത്തിൽ സ്വതന്ത്രവും ക്രിയാത്മകവുമായ പഠനവും ഗവേഷണവും പ്രോത്സാഹിപ്പിക്കാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥാപിക്കുമെന്ന പ്രഖ്യാപനം കാലത്തിൻ്റെ ആവശ്യത്തിനുള്ള മറുപടിയായി. വിദ്യാർത്ഥികളും യുവജനങ്ങളും കേരളം വിടുന്നുവെന്ന പ്രചാരണം ബോധപൂർവവും ആസൂത്രിതവുമാണെന്ന് കേവലം 4% വിദ്യാർത്ഥികളാണ് പുറത്തേക്ക് പോകുന്നതെന്ന മുഖ്യമന്ത്രിയുടെ മറുപടിയിൽ വ്യക്തമായി. സ്ത്രീപക്ഷ നവകേരളത്തിൽ വ്യവസായ തൊഴിൽ മേഖലകളിൽ ലിംഗസമത്വം ഉണ്ടാകണമെന്ന സർക്കാർ കാഴ്ചപ്പാട് കൊച്ചിയിൽ നടന്ന സ്ത്രീ സദസ്സിൽ ചർച്ചയായി. ഇതിനായി ജെൻഡർ ഓഡിറ്റിംഗ് നടത്തുമെന്ന മുഖ്യമന്ത്രിയുടെ പ്രഖ്യാപനം ലിംഗസമത്വം എന്ന കാഴ്ചപ്പാടിനോടുള്ള പ്രതിബദ്ധതയ്ക്ക് ഉദാഹരണവുമായി. സ്ത്രീകൾ സ്വാതന്ത്ര്യം അർഹിക്കുന്നില്ലെന്ന മനുവാദികളുടെ നിലപാടിന് പ്രാമുഖ്യമേറുന്ന ദേശീയ സാഹചര്യത്തിൽ ലിംഗസമത്വത്തിനും ലിംഗനീതിയിലും അധിഷ്ഠിതമായ നവകേരള സമൂഹം എന്ന കാഴ്ചപ്പാടിന് പ്രസക്തിയേറുന്നു. LDF സർക്കാരിൻ്റെ ഭരണനിർവഹണ വികസന കാഴ്ചപ്പാട് വ്യക്തമായ രാഷ്ട്രീയ ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണെന്ന് അടിവരയിടുന്നതായി ലിംഗസമത്വവും ലിംഗനീതിയും സംബന്ധിച്ച പ്രഖ്യാപനം. അരാഷ്ട്രീയതയിലേക്കുള്ള ആഹ്വാനങ്ങൾ മുഴങ്ങുന്നതിനിടെ സാമൂഹ്യ രാഷ്ട്രീയ ബോധ്യവുമുള്ള യുവതയെ രൂപപ്പെടുത്തുന്നതിനുള്ള ചർച്ചകളാണ് തിരുവനന്തപുരത്ത് യുവജനങ്ങളുമായി നടന്ന മുഖാമുഖത്തിൽ പ്രധാനമായി നടന്നത്. ഉപഭോഗ സംസ്ഥാനത്തെ ഉൽപാദക സംസ്ഥാനമായി മാറ്റുകയെന്ന ലക്ഷ്യം പങ്കുവച്ച മുഖ്യമന്ത്രി അതുവഴി തൊഴിലില്ലായ്മ പൂർണ്ണമായും തുടച്ചു നീക്കാനാകുമെന്നും യുവജനങ്ങൾക്ക് ഉറപ്പു നൽകി. കണ്ണൂരിൽ നടന്ന ആദിവാസി ദളിത് വിഭാഗങ്ങളുമായുള്ള മുഖാമുഖം സാമൂഹ്യനീതിയിൽ അടിയുറച്ച പുതുകേരളത്തിൻ്റെ പ്രഖ്യാപനമായി. 2025 മുമ്പ് മുഴുവൻ ആദിവാസി ദളിത് കുടുംബങ്ങൾക്കും വീടെന്ന പ്രഖ്യാപനം അതിലേക്കുള്ള ചവിട്ടുപടിയുമായി. കേരളത്തിൻ്റെ സാംസ്കാരിക തനിമ സംരക്ഷിക്കാനുള്ള ദൃഢനിശ്ചയമാണ് തൃശ്ശൂരിൽ സാംസ്കാരിക പ്രവർത്തകരുമായി നടത്തിയ മുഖാമുഖത്തെ ശ്രദ്ധേയമാക്കിയത്. തനിമയാർന്ന സാംസ്കാരിക വൈവിധ്യങ്ങളെ തകർക്കുന്ന സാംസ്കാരിക ഫാസിസത്തിൻ്റെ കാലത്തെ ശരിയായ സാംസ്കാരിക നയത്തിൻ്റെ പ്രഖ്യാപനമായി അത്. ഭിന്നശേഷിക്കാർക്ക് സംയോജിത പുനരധിവാസ ഗ്രാമങ്ങൾ ഒരുക്കുന്ന നവകേരളം ഭിന്നശേഷിക്കാർക്ക് പുതുജീവിതം വാഗ്ദാനം ചെയ്യുന്നു. പൂർണ്ണമായും ഭിന്നശേഷി സൗഹൃദമായ കേരളത്തിലേക്കുള്ള നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും തിരുവനന്തപുരത്ത് നടന്ന ചർച്ചയെ സജീവമാക്കി. ജീവിത സായാഹ്നത്തിൽ ആരും ഒറ്റപ്പെടുന്നില്ലെന്ന് ഉറപ്പുവരുത്തുകയെന്ന പുരോഗമന സമൂഹത്തിൻ്റെ ദൗത്യം കേരളം നിറവേറ്റുമെന്ന ഉറപ്പാണ് വയോജനങ്ങളുമായി തിരുവനന്തപുരത്ത് നടന്ന മുഖാമുഖത്തെ അടയാളപ്പെടുത്തുന്നത്. അതോടൊപ്പം വയോജനങ്ങളുടെ വിലമതിക്കാനാകാത്ത സേവനം നാടിന് ലഭ്യമാക്കാനുള്ള മാർഗനിർദ്ദേശങ്ങൾ മുഖാമുഖത്തെ ക്രിയാത്മകമാക്കി. അസംഘടിത തൊഴിലാളികൾക്ക് സംരക്ഷണം നൽകുന്നതിനുള്ള നിർദ്ദേശങ്ങളും നടപടികളും ചർച്ച ചെയ്ത തൊഴിലാളികളുമായുള്ള മുഖാമുഖം അവർ അനാഥരാകില്ലെന്ന ഉറപ്പായി. വിവേചനരഹിതവും സ്ത്രീ സൗഹൃദവുമായ തൊഴിൽ സംസ്കാരം കേരളത്തിൽ രൂപപ്പെടുന്നെന്ന വാഗ്ദാനമാണ് പരമ്പരാഗത വ്യവസായങ്ങളുടെ ഈറ്റിലമായ കൊല്ലത്ത് നടന്ന മുഖാമുഖം മുന്നോട്ട് വച്ചത്. അനധിവിദൂര ഭാവിയിൽ കൃഷി കേരളത്തിൽ ആകർഷകമായ ജീവനോപാധിയാകുമെന്നതായിരുന്നു കർഷകരുമായി ആലപ്പുഴയിൽ നടന്ന മുഖാമുഖത്തിൻ്റെ മുഖമുദ്ര. സഹകരണ മേഖലയുമായി സഹകരിച്ച് ആധുനിക അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുന്നതോടെ കൃഷി നഷ്ടമാണെന്ന പരാതിക്ക് പരിഹാരമാകും. സാമൂഹ്യനീതിയും സാമ്പത്തിക ഭദ്രതയും ജീവിത സുരക്ഷിതത്വവും സൃഷ്ടിപരമായ സ്വാതന്ത്ര്യവും ഉറപ്പുവരുത്തുന്ന നവകേരളമെന്ന LDF സർക്കാരിൻ്റെ ലക്ഷ്യത്തിലേക്കുള്ള സുപ്രധാന ചുവടുവയ്പായി മുഖാമുഖം പരിപാടി. ജനകീയ സർക്കാർ എന്ന മുദ്രാവാക്യത്തോടെ സാർത്ഥകമായി പൂർത്തിയാക്കപ്പെട്ട നവകേരള സദസ്സിൻ്റെ അർത്ഥപൂർണമായ അനുബന്ധമായി മുഖ്യമന്ത്രിയും മലയാള ജനതയുമായി നടന്ന മുഖാമുഖം.